വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മളൊന്ന് വീക്കെൻഡൊക്കെ അല്ലേ, നമുക്കൊന്ന് പുറത്ത് പോയി വീഡിയോ എടുത്താലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ മസ്കറ്റ് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നല്ല പ്ലാനിങ്ങോടുകൂടി രാവിലെ തന്നെ പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് എനിക്കും ചെറിയൊരു ചുമയൊക്കെ ആയതുകൊണ്ട് പിന്നെ അത് നടന്നില്ല. അങ്ങനെ പിന്നെ ഇപ്പോൾ ഉച്ചയായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ മെയിൻ മസ്കറ്റിലോട്ടൊന്ന് പോകാം എന്ന് വിചാരിക്കുക. നമ്മൾ ഏകദേശം മസ്കറ്റ് എത്താറായിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ പക്ഷെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തപ്പി ഇങ്ങനെ കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ ഐക്കിയയിൽ എത്തിയിട്ടുണ്ട്. ഒമാൻ അവന്യൂസ് മാൾ. ഐക്കിയയിലോട്ട് മാത്രം പോകാനായിട്ടുള്ള ബ്രിഡ്ജ് ഇവിടെ പണിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊരു ട്രാഫിക് ഒന്ന് കൺട്രോൾ ആവും. റെസ്റ്റോറൻറ്റ് തപ്പി ഒന്നും കിട്ടിയില്ല. അങ്ങനെ അവസാനം പിന്നെ ഇതിനകത്ത് തന്നെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ വന്നിട്ടില്ലാത്തവർ ആരും മസ്കറ്റിൽ കാണത്തില്ല.
ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള ഗുബ്ര ബീച്ചിലോട്ടാണ് പിന്നെ നമ്മൾ പോയത്. അവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ബീച്ചിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ബീച്ച് എത്തിയിട്ടുണ്ട്. നല്ലൊരു ബീച്ചാണിത്. ഇത് നമ്മൾ പോകുമ്പോൾ തന്നെ ഫുൾ ഒരു ഗ്രീനറി ആണ്. നമുക്ക് ഫാമിലിക്കൊക്കെ വൈകിട്ട് ഈവനിങ് ടൈമിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ബീച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ എത്തിയ സമയത്ത് കുറച്ച് വെയിലായിരുന്നു, കാരണം 4 മണി ടൈമൊക്കെ ആയിട്ടേ ഉള്ളായിരുന്നു. ഒരു 5:30-6 മണി ആ ഒരു സമയമൊക്കെ നല്ലൊരു ഈവനിങ് ടൈം നമുക്ക് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചായിട്ടാണ് എനിക്ക് മസ്കറ്റ് വന്നതിൽ ഈ ഒരു ബീച്ച് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു ഗ്രീൻ കാർപ്പറ്റ് വിരിച്ചിട്ട ഒരു ഫീലാണ്. മൊത്തത്തിലൊരു പച്ചപ്പായിരുന്നു. അങ്ങനെ നമുക്കിരിക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് കിട്ടി. അവിടെ കുറച്ച് തണലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറേ വില്ലാസ്, ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ അതേ ഒരു മോഡൽ കുറേ വീടുകൾ കണ്ടായിരുന്നു. അതിൽ നിന്ന് നേരെ നോക്കിയാൽ അവർക്ക് ഇങ്ങനെ ബീച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. ഞങ്ങൾ പിന്നെ മാറ്റും ബീച്ച് ചെയറൊക്കെ കൊണ്ടാണ് വന്നത്. അങ്ങനെ പിന്നെ ഞാനത് ഈ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ ആകുമ്പോൾ കുറച്ച് തണൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ തന്നെ നമ്മളങ്ങ് സെലക്ട് ചെയ്ത്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് മാറി കിഡ്സിനായിട്ട് കുറച്ച് ചെറിയൊരു പാർക്ക് ഏരിയ ഉണ്ട്. കുട്ടികൾക്കാകുമ്പോൾ അവിടെ പോയി ഒന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. ഫാമിലിക്ക് ഇവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ബീച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആലിക്ക് വയ്യാത്തതുകൊണ്ട് പാർക്ക് ഏരിയയിലോട്ട് വിട്ടതേ ഇല്ല. അതുകൊണ്ടൊരു ബബിൾസ് വാങ്ങിച്ചു കൊടുത്ത് അവിടെ തന്നെ നിർത്തി കളിപ്പിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പം പിന്നെ കുറേ ആൾക്കാരും വന്നു തുടങ്ങും. കുട്ടികൾക്കും കളിക്കാനും പറ്റിയൊരു ടൈമാണ്.
കാരണം ചൂടൊന്നും അധികം അപ്പം ഫീൽ ചെയ്യത്തില്ല നമുക്ക്. നല്ലൊരു കാറ്റുണ്ടായിരിക്കും. അങ്ങനെ കുറേ ഒമാനി കുട്ടികളെയൊക്കെ കിട്ടി. അവൾ ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അപ്പോഴേക്ക് ഇരുട്ടിയും തുടങ്ങിയായിരുന്നു, നല്ല വിശപ്പുമായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പാൽക്കപ്പയും മീൻ പൊള്ളിച്ചതും പിന്നെ പാൽ പൊറോട്ടയും ഒരു മൊജിറ്റോയും. ചുമയായതുകൊണ്ട് ഒരെണ്ണേ ഓർഡർ ചെയ്തുള്ളൂ. നല്ല ഫുഡായിരുന്നു. അൽഹയിലുള്ള കേരള നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് പിന്നെ വീട്ടിലോട്ടങ്ങ്. എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.